ഹലോ, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ശ്രീർഷിയുടെ നോളജ് ഗാലക്സിയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് വളരെ സുപരിചിതമായ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. സുപരിചിതമായ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലരിലെങ്കിലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ട്രേറ്റ്, അല്ലെങ്കിൽ നമ്മൾ ചിലരിലെങ്കിലും ഒരു സംശയത്തിൻ്റെ നിഴലോടുകൂടി നമ്മളെ നോക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ആ ചിലരിലൊരാൾ. സോ അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴൽ നിങ്ങൾക്ക് എല്ലാവരുടെയും മേലിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയും അത്ര പെട്ടെന്ന് വിശ്വസിക്കില്ല എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ പ്ലീസ് വാച്ച് ദ ഹോൾ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്രസ്റ്റ് ഇഷ്യൂസിനെ പറ്റിയാണ്. എന്താണ് ട്രസ്റ്റ് ഇഷ്യൂസ്? നമ്മളൊരാൾ പറയുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം, ഒരു വസ്തുത, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡൗട്ട് ചെയ്യുന്നു. നമ്മൾക്ക് വളരെ വളരെ ചെറിയ കാര്യങ്ങൾ വരെ, മൈന്യൂട്ടായ ഡീറ്റെയിൽസിൽ വരെ നമ്മൾ എന്ത്, എങ്ങനെ എന്ന് സംശയിക്കുന്നു. നമ്മളതിനെ ക്ലാരിഫൈ ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം വിശ്വസിക്കാതെ ഇരിക്കുന്നു. അതിനെപ്പറ്റി എല്ലാവരും നമ്മളോട് കള്ളം പറയുകയാണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാകുന്നു. നമ്മൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. നമ്മുടെ ട്രസ്റ്റ് ഏൺ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇറ്റ്സ് നോട്ട് ബീയിങ് പിക്കി അബൌട്ട് ഹൂ യു ട്രസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ആരെ ട്രസ്റ്റ് ചെയ്യണം എന്ന് പിക്കി ആയിട്ട് ചൂസി ആയിട്ട് ലോങ് ടേമിൽ ഒരാളെ ഒബ്സർവ് ചെയ്ത് ട്രസ്റ്റ് ചെയ്യുന്നത് ഒരു മെത്തേഡാണ്. പക്ഷെ അത് ട്രസ്റ്റ് ഇഷ്യൂ ആയി കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു സംഭവം കഴിഞ്ഞും ഈ വ്യക്തി പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്തെ വസ്തുത എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല, ഒരു ചെറിയ പോയിന്റിലുള്ള ഒരു മിസ്റ്റേക്ക് കാരണം ഒരാളിലുള്ള കംപ്ലീറ്റ് ട്രസ്റ്റ് നമുക്ക് പോവാണ്, നമുക്ക് സെക്കൻഡ് ചാൻസസ് കൊടുക്കാറില്ല എന്നുണ്ടെങ്കിൽ യു മൈറ്റ് ബി ഹാവിങ് ട്രസ്റ്റ് ഇഷ്യൂസ്. ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ പൊതുവേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവരൊരുപാട് സംസാരിക്കാറുണ്ടാവില്ല, ഒരുപാട് ലിസണേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കാണിക്കണമെന്നില്ല. ഒരു കാരണവശാലും അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ടോക്കിൽ നിന്നോ നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്നവർ കാണിക്കില്ല. കൂടുതലും നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് എന്ന് കാണിച്ച് പോകുന്ന ആൾക്കാരായിരിക്കും. സോ കൂടുതൽ ട്രസ്റ്റ് ഇഷ്യൂസ് കൂടുന്തോറും ആൾക്കാരുടെ മുൻപിൽ അവരെ ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ ഉള്ള ഒരു ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ട്രസ്റ്റ് ഇഷ്യൂസ് വരുന്ന ആൾക്കാരിൽ കൂടുതലും അവർ നിങ്ങൾ പറയുന്ന കോൺവെർസേഷൻ്റെ എല്ലാ പോയിൻറ്റ്സും ഓർത്ത് വെക്കുകയും നിങ്ങൾക്കെതിരെ നിങ്ങൾ പറയുന്ന അടുത്ത സെൻറ്റൻസിൽ ഇഫ് യു ഡോണ്ട് മേക്ക് സെൻസ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ബന്ധമില്ലാതെ എന്തെങ്കിലും പറയുകയാണ്, നിങ്ങളൊരു കള്ളം പറയുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് ദേ ആർ ഹ്യൂമൻ ലൈ ഡിക്റ്റേറ്റേഴ്സ്, ദേ വിൽ ഗെറ്റ് ഇറ്റ് എന്നുള്ളതാണ്. ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ദേ വിൽ റിമെമ്പർ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ആൻഡ് ദേ വിൽ ബി കണക്ടിങ് ഇറ്റ് വിത്ത് വാട്ട് യു ആർ ഗോയിങ് ടു സേ നെക്സ്റ്റ്. അതാണ് ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരുടെ ഒരു മേജറായ ഒരു പോസിറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത്. യു കാൻറ്റ് ലൈ ടു ദം ബിക്കോസ് they might have thought about all the possible lies that you might be saying, and they will be connecting everything that you have already said with the lies. So worst case possibilities അവർ ചിന്തിക്കുന്നുണ്ടാവാം. അവരുടെ ട്രസ്റ്റ് ഇഷ്യൂസ് കാരണം നിങ്ങളെ അവർ വിശ്വസിക്കില്ല. അതുപോലെ ഈ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടായതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് നേരെ ചൊവ്വേ ഒരാളോട് സംസാരിക്കാനോ, ഓപ്പണായിട്ട് സംസാരിക്കാനോ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇടപെടാനോ ഒന്നും പറ്റില്ല. കാരണം നിങ്ങൾ എപ്പോഴും അയാളെ ഡൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഫീലിങ്സിനോട് ഫിയർസ്ലി പ്രൊട്ടക്റ്റീവ് ആകുമ്പോൾ ഒരു ബൗണ്ടറി ആയി ആക്ട് ചെയ്യുന്ന ഒരു ട്രൈറ്റാണ് ഈ ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. കൂടുതൽ പേരിൽ ട്രസ്റ്റ് ഇഷ്യൂസ് വരുന്നത് നിങ്ങൾ പോസിറ്റീവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ ഹേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, പാസ്റ്റ് ട്രോമ, അതുപോലെ തന്നെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസസിൽ നിന്നൊക്കെ ഡെവലപ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നൊരു ട്രൈറ്റ് ആവാം ഈ ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ ക്ലീനായ ഇൻറ്റൻഷനോടുകൂടി എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സെറ്റ് ബാക്സ് അല്ലെങ്കിൽ ഹിറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളെ ഫിയേഴ്സ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാണ്, ഓവർ ഇമ്മ്യൂണിറ്റി കാണിക്കുകയാണ്. സോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് ഒരു കാര്യത്തെ അനലൈസ് ചെയ്യാതെ ഇരിക്കുക, ഓവർ അനലൈസ് ചെയ്യാതെ ഇരിക്കുക. നിങ്ങളുടെ ലൈഫിൽ കൊടുക്കേണ്ട സംഭവങ്ങൾക്ക്, വർത്തായിട്ടുള്ള സംഭവങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കിയുള്ളതിന് ഈ എനർജി
വേസ്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് ഇഷ്യൂസ് നല്ല ഒരു ട്രൈറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പോയിന്റ്സിൽ നമ്മളെ സേഫായിട്ട് വെക്കാൻ, നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് നമ്മളുടെ മെൻ്റൽ പീസിനെ സേവ് ചെയ്യുന്ന ഒരു സംഭവമായി നമുക്ക് തോന്നാം. പക്ഷേ എപ്പോഴാണോ നമ്മളുടെ വെൽവിഷേഴ്സിനോടും നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, എന്തിനെങ്കിലുമൊക്കെ വിശ്വസിക്കണമല്ലോ. അപ്പോൾ വെൽവിഷേഴ്സിനോടും നമ്മളുടെ ബിലീഫ്സിനോടും നമ്മളോടൊരു തെറ്റും ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മളുടെ ട്രസ്റ്റ് ഇതുവരെയും കളഞ്ഞിട്ടില്ലാത്ത, നമ്മളുടെ ട്രസ്റ്റ് കളഞ്ഞുകൊണ്ട് നമ്മളെ ദ്രോഹിക്കാത്ത ആൾക്കാരോട് നമ്മൾ ട്രസ്റ്റ് ഇഷ്യൂസ് എപ്പോഴാണോ ആക്റ്റപ്പ് ചെയ്യുന്നത്, ആ ഒരു സംഭവം വരുമ്പോൾ ആൾക്കാർ നിങ്ങളെ കണ്ടു തുടങ്ങുന്ന രീതി ഡിഫറെൻ്റ് ആയി തുടങ്ങും. കാരണം അവർ ഇങ്ങോട്ട് കാണിക്കുന്ന എനർജി അല്ല നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ സംഭവം നടക്കുന്നത്. സോ കൂടുതലും നമ്മുടെ വെൽവിഷേഴ്സിനെ തിരിച്ചറിയുക, അതുപോലെ തന്നെ അവരുടെ അടുത്ത് കുറച്ചുകൂടി ഓപ്പൺ മെൻറ്റാലിറ്റിയോടെ സംസാരിക്കാനും അവർ പറയുന്നത് കേൾക്കാനും, അതേപോലെ സെക്കൻഡ് ചാൻസസ്, തേർഡ് ചാൻസസ് കൊടുക്കാനും ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇത് ഈ പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നമ്മളുടെ ട്രസ്റ്റ് ഇഷ്യൂസ് കാരണം ഉണ്ടാവുന്ന കാര്യങ്ങളിൽ മാത്രമാണ്. ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ വയലേറ്റ് ആയതിനു ശേഷം നമ്മൾ സെക്കൻഡ് ആൻഡ് തേർഡ് ചാൻസസ് കൊടുക്കുന്നെങ്കിൽ നമ്മൾ മന്ദബുദ്ധിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഡോണ്ട് ബിക്കം എ മന്ദബുദ്ധി. ജസ്റ്റ് കീപ് യുവർ ട്രസ്റ്റ് ഇഷ്യൂസ് ഇൻ ഇറ്റ്സ് ലിമിറ്റ്. ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ട്രൈറ്റ് ആണ് ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, എന്താണ് നിങ്ങളുടെ ട്രസ്റ്റ് ഇഷ്യൂസിന് കാരണം എന്നൊക്കെ നിങ്ങൾക്ക് ഓപ്പണായിട്ടൊരു തെറാപ്പിസ്റ്റിനോട് സംസാരിക്കാം. നിങ്ങൾ അതിൻ്റെ കാര്യം ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു തെറാപ്പിസ്റ്റ് തന്നെ അത് ഫിഗർ ഔട്ട് ചെയ്യുന്നതായിരിക്കും. സോ എന്തിനെങ്കിലുമൊക്കെ ബിലീവ് ചെയ്യുക, ആ ഒരു സംഭവത്തെ ഫോളോ ചെയ്യുക, ഒരുപാട് ഒരു കാര്യത്തിൽ സ്ട്രെസ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ശരിക്കുള്ള പോയിന്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് യു ട്രസ്റ്റ് യുവർ സെൽഫ്, മറ്റൊരു സംഭവത്തെ ട്രസ്റ്റ് ചെയ്യാനുള്ള മടി ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പക്ഷെ നമ്മളെയും ട്രസ്റ്റ് ചെയ്യുന്നില്ല. വി ഓൺലി ട്രസ്റ്റ് വാട്ട് ഈസ് ഹാപ്പനിങ്. നമ്മളുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളെ മാത്രമാണ് ട്രസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത് കുറച്ചുകൂടി പാടായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു ഒരു തെറ്റും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ചുകൂടി സ്ട്രെസ്സ് നമ്മൾ കൂടുതൽ എടുക്കേണ്ടി വരും. അതാണ് ഫാക്ച്വൽ ആവുന്നതിൻ്റെ ഒരു ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. സോ കാര്യങ്ങളെ അനലൈസ് ചെയ്യാം, പക്ഷേ ഓവർ അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഓവർ അനാലിസിസിൽ നിന്ന് വരുന്നൊരു കാര്യമാണ് ട്രസ്റ്റ് ഇഷ്യൂ. സോ കൂടുതലും ട്രസ്റ്റിൻ്റെ പേരിൽ സ്ട്രെസ് എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരു തവണ ഇപ്പോൾ ഇഫ് യു ഹാവ് സ്റ്റാർട്ടഡ് ട്രസ്റ്റിംഗ് എ പേഴ്സൺ, കീപ് ടാബ് ഓൺ ദെയർ ഡൂയിങ്. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒരു ഇൻ്റർവെൽസിൽ മാത്രം അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ടാബ് വയ്ക്കുക. പക്ഷേ ഡോണ്ട് മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ടു ടെസ്റ്റ് ദെയർ വർത്തിനെസ് അല്ലെങ്കിൽ ലോയൽറ്റി. അങ്ങനെ അല്ലെങ്കിൽ അവർ കള്ളം പറയുകയാണോ എന്നുള്ളതിനെ പറ്റി ഡോണ്ട് കീപ് ബേണിങ് യുവർ ഹെഡ് ബിക്കോസ് യു തിങ്ക് ദാറ്റ് ദേ ആർ ലൈങ് ടു യു. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുക, അതായത് ഞാൻ പറ്റിക്കപ്പെടുകയാണ്, ഞാൻ ചീറ്റ് ചെയ്യപ്പെടുകയാണ് എന്നുള്ളതിനെ പറ്റി അങ്ങനൊരു ഫീലിംഗ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊരു സ്ഥായി ഭാവമായി മാറും. അങ്ങനെ ഒരു ഭാവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.